നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ട്. US വ്യോമാക്രമണത്തിൽ ഇറാനിൽ 14 പേർ കൊല്ലപ്പെട്ടു, 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം. ആക്രമണം തുടരുമെന്ന് അമേരിക്ക. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരം ജന്മനാടായ മഷ്ഹദിൽ നടന്നു. വിഴിഞ്ഞം തുറമുഖ വിവാദത്തിൽ CPM-ൽ ഭിന്നത. പാർട്ടി നിലപാട് ഏറ്റെടുക്കാതെ EP ജയരാജൻ. അഴിമതി ആരോപണമുള്ളവർ ഉന്നയിക്കട്ടെ. KK രാഗേഷിനെ പിന്തുണച്ചു VN വാസവൻ. VD സതീശിന്റേത് ഭീഷണിയുടെ സ്വരമെന്നും വിമർശനം. BJP തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ 12 കോടിയുടെ ക്രമക്കേടെന്ന് സൂചന. ആരോപണ വിധേയർ ഈ കാലയളവിൽ വായ്പകൾ അടച്ചു തീർത്തെന്നും വാഹനങ്ങൾ വാങ്ങിയെന്നും കണ്ടെത്തൽ. 2020 സ്ഥാനാർത്ഥികളെ സ്പോൺസർ ചെയ്തത് സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധമുള്ള തീവ്ര ഹിന്ദുത്വ നേതാവ്. ഫണ്ട് തട്ടിപ്പ് കണ്ടെത്തിയിട്ടില്ലെന്നും നടപടി ആഭ്യന്തരകാര്യമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. കള്ളാടി ദുരന്തത്തിൽ മരണം 6 ഇന്ന് 3 മൃതദേഹം കൂടി കണ്ടെത്തി. 2 പേർക്കായി തെരച്ചിൽ തുടരുന്നു. മഴ ശക്തമായിട്ടും മുന്നൊരുക്കങ്ങൾ എടുക്കാത്തതിൽ വിമർശനവുമായി പ്രതിപക്ഷം. കോഴിക്കോട് കക്കാടംപൊയിലെ അപകട ഭീഷണി ഉയർത്തുന്ന മൺകൂട നീക്കാൻ നടപടി. വില്ലേജ് ഓഫീസറും ഫയർഫോഴ്സും പരിശോധന നടത്തി. സമീപത്തുള്ളവർ മാറി താമസിക്കാൻ നിർദ്ദേശം. സ്വകാര്യ കരിങ്കൽ ക്വാറിക്ക് വേണ്ടി മലമുകളിൽ വൻ മണൽ ശേഖരം കൂട്ടിയിട്ടിരിക്കുന്നത് പുറത്തുവിട്ടത് ന്യൂസ് 18. ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുന്നു. ഡൽഹിയിലും ഹിമാചലിലും വെള്ളപ്പൊക്കം. റോഡ് റെയിൽ ഗതാഗതം താറുമാറായി. പാളങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി. കൊറോ ഹെൽത്ത് കൂട്ടപ്പിരിച്ചുവിടലിൽ ഇടപെട്ട് ഹൈക്കോടതി. ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് കോടതി. ചട്ടങ്ങൾ പാലിച്ച് ചർച്ച നടത്തണം. സർക്കാരിന് വിഷയത്തിൽ ഇടപെടാൻ ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി. മാനേജ്മെന്റും സർക്കാരും പങ്കെടുക്കുന്ന ചർച്ച നാളെ. ലോകകപ്പിലെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരം നടന്നു. പശ്ചിമേഷ്യയിൽ കടുത്ത യുദ്ധ സാഹചര്യം നിലനിൽക്കെയാണ് ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. സ്വന്തം നഗരമായ മഷ്ഹദിലെ ഇമാം റസ മന്ദിരത്തിലാണ് സംസ്കാരം നടന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി തുടരുന്ന US വ്യോമാക്രമണങ്ങളിൽ ഇറാനിൽ 14 പേർ കൊല്ലപ്പെട്ടു എന്ന കണക്ക് പുറത്തുവന്നു. 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ അറിയിച്ചു. VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. വിനോദ്, തുടർച്ചയായി 2 ദിവസത്തെ ആക്രമണമാണ് ഈ ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ അമേരിക്ക ഇറാനിൽ നടത്തിയത്. പല നഗരങ്ങളിലും വലിയ സ്ഫോടനങ്ങളുണ്ടായി. തീപിടിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ മരണക്കണക്കും പരിക്കേറ്റവരുടെയൊക്കെ എണ്ണം പുറത്തു വരികയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, ഫെബ്രുവരി 28-നാണ് US-ന്റെ വ്യോമാക്രമണത്തിൽ ഖമേനി ഉൾപ്പെടെയുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടത്. മാർച്ചിൽ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരുന്നു. പക്ഷേ പശ്ചിമേഷ്യ യുദ്ധഭൂമി ആയതോടുകൂടി, ചോരപ്പുഴ ഒഴുകിയതോടുകൂടി സംസ്കാര ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുകയായിരുന്നു. മാസങ്ങൾ പിന്നിട്ടാണ് ഇപ്പോൾ സംസ്കാരം നടന്നിരിക്കുന്നത്. ഖമേനിയുടെ ജന്മനാടായ മഷ്ഹദിലാണ് ഈ സംസ്കാര ചടങ്ങ് നടന്നത്. ജൂലൈ 4-ന്, അതായത് ഈ മാസം 4-ന് തുടങ്ങി 6 ദിവസത്തോളം നീണ്ട ചടങ്ങുകളായിരുന്നു. വിലാപയാത്ര ഉൾപ്പെടെ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വിലാപയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സംസ്കാര ചടങ്ങ് നടന്നത്. ഇതിനിടയിൽ US-ന്റെ ആക്രമണം, ഇസ്രായേലിൻ്റെ നിരന്തരമായ സമ്മർദ്ദമുണ്ടായിരുന്നു. US-ഉം ഇസ്രായേലും വീണ്ടും ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അത് ഇറാൻ 3 കപ്പലുകൾ ആക്രമിച്ചതാണ് ഈ സമാധാന കരാർ മറികടന്നുള്ള ആക്രമണത്തിലേക്ക് പോകാൻ നയിച്ചതെന്ന ആരോപണമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടാണ് US സ്വീകരിച്ചത്. ഇറാൻ്റെ പല നഗരങ്ങളിലായി ആക്രമണം നടത്തി. ഈ വിലാപയാത്രയും അന്ത്യകർമ്മ ചടങ്ങുകളും നടക്കുമ്പോൾ ഇറാനിൽ നടന്ന ആക്രമണങ്ങളിൽ ഏതാണ്ട് 14 പേർ കൊല്ലപ്പെടുകയായിരുന്നു. 78 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 47 പേർ ഗുരുതരമായി ഇപ്പോഴും ആശുപത്രികളിൽ കഴിയുന്നുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിലടക്കമാണ് US-ന്റെ ആക്രമണം ഉണ്ടായത്. ഇത് പ്രതീക്ഷിച്ചതുമാണ്. അയത്തുള്ള അലി ഖമേനിക്ക് ഒരു വിട നൽകുമ്പോൾ ഒരുപക്ഷെ ഇറാൻ ജനത മറ്റൊരു ഐക്യപ്പെടലിലേക്കും
US-നെതിരെ അതിശക്തമായി ഒരു വികാരം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് തന്നെ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചത് തന്നെയാണ്. എന്നാൽ വലിയ ആൾനാശത്തിലേക്ക് പോയില്ല. അവിടെയും ട്രംപിൻ്റെ നിലപാട് വളരെ ശ്രദ്ധേയമാണ്. ഈ സംസ്കാരം നടക്കുന്ന സമയത്ത് ഇറാനിലേക്ക് ആക്രമണം നടത്തരുത് എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. ഇറാനും തിരികെ ആക്രമിക്കരുതെന്ന ഒരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമയം 4:30 മണിയോടുകൂടിയാണ് ഈ സംസ്കാരം നടക്കുന്നത്. അതിന് മണിക്കൂറുകൾക്ക് മുൻപിൽ ഇരു രാജ്യങ്ങളും ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോയി. അവിടെ വെടിനിർത്തൽ തൽക്കാലത്തേക്ക് മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയി. പുണ്യകേന്ദ്രമായ ഇമാം റസ മന്ദിരത്തിലാണ് ഖമേനിയുടെ സംസ്കാരം നടത്തിയത്. അതിനു മുൻപ് ടെഹ്റാൻ, ഖൂം, നജാബ്, കർബല തുടങ്ങി വിവിധ നഗരങ്ങളിലൂടെ ഭൗതികദേഹവും വഹിച്ചുള്ള വിലാപയാത്ര നടന്നിരുന്നു. കോടിക്കണക്കിന് ആളുകൾ ഏതാണ്ട് 2 കോടിക്കടുത്ത് ആളുകൾ അവിടെ പല കേന്ദ്രങ്ങളിലായുള്ള ആകെ കണക്കാണ്. മാത്രമല്ല ഇറാഖിലേക്ക് നേരത്തെ ഭൗതികദേഹം കൊണ്ടുപോയിരുന്നു. അങ്ങനെ പലയിടങ്ങളിലായി ഇങ്ങനെ ജനസഹസ്രം അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഒരു വൈകാരികമായ നിമിഷമാണ് കടന്നു പോകുന്നത്. ഈ സമയത്ത് അമേരിക്കയും ഇറാനും ഒരു യുദ്ധത്തിലേക്കോ ഏറ്റുമുട്ടലിലേക്കോ പോയില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ ഇറാനിലേക്ക് വലിയ തോതിൽ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകാം. ഇപ്പോൾ ഹോർമൂസിൽ ഇറാൻ്റെ കപ്പലുകൾ, പടക്കപ്പലുകൾ, IRGCയുടെ സൈനികർ എല്ലാം തന്നെ സജ്ജമായി നിൽക്കുന്നു. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാൽ കുവൈറ്റും ഖത്തറും സൗദിയും അടക്കം അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ, ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കാൻ തന്നെയാണ് ഇറാൻ്റെ തീരുമാനം. ഒരുപക്ഷെ വലിയ രക്തച്ചൊരിച്ചിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. ഓഹരി വിപണിയിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട്. വിപണികളെല്ലാം തന്നെ തകർച്ചയിലേക്ക് പോകുന്ന കാര്യമുണ്ട്. ഇപ്പോൾ എണ്ണവില ഒന്ന് കുറഞ്ഞതാണ്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയാൽ അടുത്ത മണിക്കൂറുകളിൽ എന്താകും എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിനെയൊക്കെ തന്നെ ആകാംക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. രഞ്ജിത്ത്. ശരി, BB വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ദുരന്ത ഭൂമിയായി വയനാട്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6ആയി. കാണാതായ 2 പേർക്കായി തെരച്ചിൽ തുടരുന്നു. പ്രതികൂല കാലാവസ്ഥ തെരച്ചിലിന് തടസ്സമാണ്. അതേസമയം ദുരന്ത സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ദുരന്ത സാധ്യത തിരിച്ചറിഞ്ഞ് വേണ്ട മുൻകരുതൽ എടുത്തില്ലെന്ന് ആരോപിച്ചു. CB അനുമോദ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അനുമോദ്, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. 2 പേരെക്കുറിച്ചാണ് വിവരം കിട്ടാനുള്ളത്. കാലാവസ്ഥ അനുകൂലമായിരുന്നു ഇന്ന്. ഇവരെ ലഭിക്കും വരെ, ഇവരുടെ വിവരം കിട്ടും വരെ തിരച്ചിൽ തുടരാനാണോ തീരുമാനം? കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മഴ അല്പം കുറഞ്ഞതോടെ തെരച്ചിലിന് വേഗം കൈവന്നു. കഴിഞ്ഞ ദിവസം നിർത്താതെ പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു. യന്ത്രസാമഗ്രികൾക്ക് മണ്ണിടിഞ്ഞിടത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ആളുകൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ അതിനൊക്കെ മാറ്റം വന്നു. മാത്രമല്ല പാലത്തിനടിയിൽ കുടുങ്ങിക്കിടന്ന വസ്തുക്കൾ, ബസ് അടക്കമുള്ളത് മാറ്റിയതും തെരച്ചിലിന് സൗകര്യമായി. അങ്ങനെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സോൺ 3-ൽ നിന്നാണ് 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അവിടെയാണ് ഈ സാമഗ്രികൾ, കെട്ടിട നിർമ്മാണ സാമഗ്രികളും കമ്പിയും പൈപ്പും ഒക്കെ അവിടെയാണ് വന്നടിഞ്ഞിരുന്നത്. അതിൻ്റെ അടിയിൽ നിന്നാണ് ഒരു മൃതദേഹം കണ്ടെത്തിയത്. അപ്പോൾ ആ ഒരു മേഖലയും അതുപോലെ സോൺ 1 കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തുകയാണ് ഇന്ന് ഉണ്ടായത്. ഏതാണെങ്കിലും ഈ ഒരു തെരച്ചിൽ മഴ മാറി നിന്ന് തന്നെയാണ് ഇതിന് ഏറ്റവും സൗകര്യപ്രദമായ ഒരു സാഹചര്യം ഒരുക്കിയത്. അതോടൊപ്പം തന്നെ മണ്ണ് അപകടകരാവസ്ഥയിലുള്ളത് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട്. ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളാണ് സ്വീകരിക്കുന്നത്. ആ റോഡിൻ്റെ ഇരുവശത്തുനിന്നും മണ്ണ് നീക്കി അവിടെ സുരക്ഷിതമാക്കുന്ന പ്രവൃത്തിയും ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. അതേസമയം ഈ ദുരന്തത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കും തുടക്കമായിട്ടുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംഭവ സ്ഥലം സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ ഒരു മഴ മുന്നറിയിപ്പ് കിട്ടിയിട്ടും വേണ്ടത്ര ജാഗ്രത കാണിക്കാത്തതാണ് ഈ ഒരു പ്രശ്നത്തിന് വഴിവെച്ചത് എന്നുള്ളതാണ്. അതായത് സംഭവം നടന്ന ദിവസം അതിതീവ്ര മഴയാണ് രേഖപ്പെടുത്തിയുള്ളത്. 260 മില്ലിമീറ്റർ മുകളിൽ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല. അതാണ് അതിലൊരു പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തുള്ള പിഴവായിട്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. റെഡ് അലേർട്ട് പ്രഖ്യാപിക്കാൻ വൈകി. അതുപോലെ തന്നെ ഈ മുന്നറിയിപ്പ്, ഇവിടെ മണ്ണ് കൂട്ടിയിടുന്നത് പ്രശ്നമാണ്, മഴ പെയ്താൽ പ്രശ്നമാകുമെന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടും അതിന് ഒരു മുൻകരുതൽ നടപടി സ്വീകരിക്കാത്തതാണ് ഈ ഒരു ദുരന്തത്തിന് വഴിവെച്ചത് എന്നുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിച്ചത്. ശക്തമായ മഴയുണ്ടാകും എന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ല എന്നതാണ് വസ്തുത. ഇത് ഗൗരവപൂർവ്വം കാണേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇല്ലാതായത്? ഇത്തരത്തിലൊരു അതിതീവ്ര മഴ ഉണ്ടായിട്ടും
അപകട മുന്നറിയിപ്പുകൾ നൽകിയില്ല എന്നത് അതിലും അലംഭാവം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഈ ഒരു സംഭവത്തെ തുടർന്ന് തുരങ്കപാതയുടെ ഭാവിയെ ചൊല്ലിയുള്ള ചർച്ചകളും സജീവമായിട്ട് ഉയരുന്നുണ്ട്. ഇതിൽ സമഗ്രമായൊരു അന്വേഷണം നടത്തിയതിന് ശേഷമേ ഇനി ഈ തുരങ്കപാതയുടെ നിർമ്മാണം നടത്താവൂ എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ഈ ഒരു വേണ്ടത്ര പരിശോധന ഇല്ലാതെയാണ് ഈ പ്രവൃത്തി തുടങ്ങിയതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ ആക്ഷേപങ്ങൾക്ക് ആരോപണങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിന് മറുപടി ഇപ്രകാരമായിരുന്നു: എല്ലാവിധ പരിശോധനകളും നിയമപരമായിട്ടുള്ള അനുമതിയും എല്ലാം ലഭിച്ചതിന് ശേഷമാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള മറ്റ് ആരോപണങ്ങൾ ശരിയല്ല. വയനാടിൻ്റെ ജനങ്ങൾക്കും ടൂറിസം മേഖലയ്ക്കും ഒക്കെ ഈ ഒരു പാത ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് സംബന്ധിച്ച് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു കാര്യങ്ങൾ ഉണ്ടാവുക എന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ്. എന്താണ് സംഭവിച്ചതെന്നും ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്നും മണ്ണ് നീക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയതുകൊണ്ട് മാത്രം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കമ്പനി എന്തുകൊണ്ട് മണ്ണ് മാറ്റിയില്ല? കമ്പനിയുടെ ഭാഗം പറയുന്നത് അവർ മണ്ണ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന്, എവിടെ കൊണ്ടിടുമെന്നുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പ് വന്നില്ല, സ്ഥലം കാണിച്ചു തന്നില്ല എന്നൊക്കെയാണ്. എന്താണെങ്കിലും ഇത് ചൊല്ലിയുള്ള വിശദമായൊരു അന്വേഷണമായിരിക്കും നടക്കുക. അപകടത്തിൻ്റെ കാരണം കണ്ടെത്തുക മാത്രമല്ല, ഒരുപക്ഷെ ഈ തുരങ്കപാതയുടെ ഭാവി കൂടി നിശ്ചയിക്കുന്നതായിരിക്കും ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കോഴിക്കോട് കക്കാടാംപൊയിലിലെ അപകട ഭീഷണി ഉയർത്തുന്ന മൺകൂന നീക്കാൻ നടപടി. വില്ലേജ് ഓഫീസറും ഫയർഫോഴ്സും പരിശോധന നടത്തി. അതീവ അപകടമുയർത്തുന്നതാണ് മൺകൂന എന്ന് ഫയർഫോഴ്സ് വ്യക്തമാക്കി. സമീപത്ത് നിന്ന് കുടുംബങ്ങൾ മാറി താമസിക്കാൻ നിർദ്ദേശവും നൽകി. അതേസമയം മാറി താമസിക്കുകയല്ല, അടിയന്തരമായി മണ്ണ് നീക്കുകയാണ് വേണ്ടതെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ന്യൂസ് 18 ഇമ്പാക്ട്. സംസ്ഥാനത്ത് കാലവർഷം കലിതുള്ളി തുടരുകയാണ്. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിലടക്കം വലിയ മഴയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പെയ്തുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ കനത്ത മഴയെ തുടർന്ന് അപകടമുണ്ടാവുകയും തുരങ്കപാതയുടെ മുൻവശത്തെ മണ്ണിടിയുകയും നിരവധി പേരെ കാണാതാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് ഇത്രമേൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്ന ഒരു വിമർശനം തന്നെയാണ് ഉയരുന്നത്. സർക്കാർ അടക്കം ഇക്കാര്യം നേരത്തെ തന്നെ അധികൃതർക്ക് ചൂണ്ടിക്കാട്ടിയെങ്കിലും മണ്ണ് നീക്കം ചെയ്യുന്നതിൽ ഉണ്ടായ വീഴ്ച തന്നെയാണ് ഇത്രമേൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ സമയത്ത് തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയായ കക്കടാംപൊയിലും സമാനമായ രീതിയിലുള്ള ഒരു വലിയ അപകടം പതിയിരിക്കുന്നത്. അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കോറി നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട വലിയ മൺകൂനയും അതുപോലെ തന്നെ പാറകഷ്ണങ്ങളുമൊക്കെ ഒരു നാടിന്റെ ഒന്നടങ്കം ഉറക്കം കെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുന്നു. നമ്മോടൊപ്പം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആസാദ് തന്നെയുണ്ട്. ആസാദ്, വലിയൊരു പ്രശ്നമാണ്, ഒരു വലിയ ഭീഷണിയാണ് ഈ നാട്ടുകാർക്ക് മുന്നിൽ ഉള്ളത് ഇപ്പോൾ, അല്ലേ? തീർച്ചയായിട്ടും കോഴിക്കോട് മലപ്പുറം ജില്ല അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് കക്കാടംപൊയിലെ നായാടംപൊയിൽ മേലെ മങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയാണ് ഇപ്പോൾ ഒരു കോറി ഒരു വർഷമായിട്ട് പ്രവൃത്തി ആരംഭിക്കുകയും ആ കോറിൻ്റെ കല്ല് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്തു മാറ്റിയ മണ്ണ് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുകയും ചെയ്തു. ഇതിന് തൊട്ട താഴെ ഒരു 3ഓളം കുടുംബങ്ങളും അതിന് ഈ ഇപ്പുറം വലിയൊരു പുഴയാണെങ്കിൽ ഇതൊരു വലിയ ദുരന്തമായി മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതിനകത്ത് അകപ്പെടുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാലറിയാം. ഒരു വർഷമായി കോരി തുടങ്ങിയിട്ട് ഞങ്ങൾ ഞങ്ങൾ പരാതി കൊടുക്കാത്ത സ്ഥലങ്ങളില്ല. ഇത് പരാതി കൊടുത്തു കഴിയുമ്പോൾ അവിടെ നിന്ന് അതിർത്തികൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ജിയോളജി വകുപ്പാണ് ചെയ്യേണ്ടത്. ജിയോളജി വകുപ്പാണ് അവർക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് ഒരു ചെറിയൊരു ഹൈഡ്രോളിക്സ് ഇന്നാൾ ഞാൻ ഇവിടെ വന്ന് എനിക്കൊരു കിണർ കുഴിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവരുന്നു. ആ പുള്ളിയെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിയോട് ഞാൻ മഴക്കുഴി കുത്തിക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്: ഇതൊരു ഒറ്റ പാറയാണ് ഈ പ്രദേശം മുഴുവൻ. ചില സ്ഥലത്ത് കൂടുതൽ മണ്ണ്, ചില സ്ഥലത്ത് കുറച്ച് മണ്ണ് എന്നുള്ളൂ. അപ്പോൾ നമ്മൾ മഴക്കുഴി കുഴിച്ചാൽ പോലും മഴക്കാലം ആകുമ്പോഴത്തേക്കും പാറയിൽ നിന്ന് വെള്ളം കയറിയിട്ട് പാറയുമായിട്ടുള്ള മണ്ണിൻ്റെ ബലം വിട്ടുപോകും. അത് കഴിഞ്ഞിട്ട് പയറിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഭയങ്കര സാധ്യതയുണ്ട്. അതുകൊണ്ട് മഴക്കുഴി ഒരു കാരണവശാലും കുഴിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞത്. ആ പ്രദേശത്താണ് ജിയോളജി വകുപ്പ് ഇത്രയും വലിയൊരു കോറിക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന അവസ്ഥയിലാണ്. ആ മണ്ണ് അവിടെ നിന്ന് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഒരു വീടുണ്ട്, അവരുടെ വീട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ്. പേടിച്ചാണ് ഞങ്ങൾ ഓരോ ദിവസവും കഴിയുന്നത്. ഈ മഴ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. എൻ്റെ വീട്ടിൽ 4 കുഞ്ഞുങ്ങളാണ്. അതായത് 11 വയസ്സ് തൊട്ടുള്ള ബാക്കി കുഞ്ഞുങ്ങളാണ് ഉള്ളത്. പിന്നെ 67 വയസ്സ് വരെ അമ്മ. അപ്പം ഞങ്ങളിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് സത്യം പറഞ്ഞാൽ മക്കൾക്ക് കാവലിരിക്കുകയാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. എപ്പോൾ പൊട്ടും എന്നുള്ള ആശങ്കയിലാണ്. പൊട്ടി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നും ഓടാൻ പറ്റില്ല. കാട്ടാനും മുന്നിലാണ്, വീടിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതായത് കോറി ചുറ്റുമുള്ള സ്ഥലം വാങ്ങിയിട്ടുണ്ട് കോറിക്കാരൻ. എന്നിട്ട് അവിടെ ആരും കാട് വെട്ടുവോ
അല്ലെങ്കിൽ വൃത്തിയാക്കിയിടുവോ ഒന്നും ചെയ്യാറില്ല. അവിടെ ആന വന്നാൽ പോലും കാണാൻ മേലാത്ത അവസ്ഥയാണ്. ആന മാത്രമല്ല ഇഴജന്തുക്കളടക്കം വീടിന് ഉള്ളിൽ കയറുന്ന അവസ്ഥയിലാണ്. ഞാനൊരു ദിവസം പരീക്ഷ കഴിഞ്ഞിട്ട് ബസ്സിന് അങ്ങോട്ട് കയറി പോകുന്ന ടൈമിൽ അവരവിടെ എന്നെ തടഞ്ഞു നിർത്തി. പോകാൻ പറ്റത്തില്ല, 2 വെടി പൊട്ടിക്കുന്നുണ്ട്, കൊച്ചാത് കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്തായാലും വയനാട്ടിൽ വലിയ തോതിൽ മണ്ണ് കൂടിക്കിടന്നപ്പോൾ അത് മാറ്റാനുള്ള നിർദ്ദേശം നിർമ്മാണ കമ്പനിക്ക് നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് മാറ്റുന്നതിനായി എന്ത് നടപടികൾ അല്ലെങ്കിൽ മാറ്റിയോ എന്ന പരിശോധന നടത്തുകയുണ്ടായില്ല എന്ന വലിയ വിമർശനമായിരുന്നു. ഇവിടെയും ഇപ്പോൾ താൽക്കാലികമായി ഇവരോട് മാറി താമസിക്കാൻ പറയുന്നതിനപ്പുറം ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള മറ്റ് നടപടികളിലേക്ക് നീങ്ങുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരമായ അവസ്ഥ. എന്തായാലും ഈ മഴക്കാലം കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ മണ്ണ് മാറ്റാൻ പര്യാപ്തമായ ഏത് നിമിഷവും അത് മാറ്റിക്കുന്നതിനുള്ളൊരു ഉത്തരവുണ്ടാവണം. ഉത്തരവുണ്ടായാൽ മാത്രം പോരാ, അത് മാറ്റിയെന്ന് സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി വിലയിരുത്തി ഉറപ്പുവരുത്തുകയും വേണം. എന്നാൽ മാത്രമേ ഈ കുടുംബങ്ങളുടെ ആശങ്ക പരിഹരിക്കപ്പെടുകയുള്ളൂ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള പഴയ കെട്ടിടം തകർന്നു വീണു. പ്ലാറ്റ്ഫോമിലെ മേൽക്കൂരയിലേക്കാണ് കെട്ടിടം ഇടിഞ്ഞു വീണത്. ഈ സമയം പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും വൻ ദുരന്തമൊഴിവായി. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. അപകടത്തെ തുടർന്ന് 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഷെഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിനിന് മുകളിലേക്കും വീണിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് റെയിൽവേ അധികൃതരും സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 4ാം പ്ലാറ്റ്ഫോമിലൂടെ മാത്രമാണ് ട്രെയിൻ കടത്തിവിട്ടിരുന്നത്. ഉത്തരേന്ത്യയിൽ അതിശക്തമായി മഴ തുടരുന്നു. അടുത്ത 3 ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ മഴയുടെ തീവ്രത വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഡൽഹിയിൽ ശക്തമായ മഴയെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളപ്പൊക്കവും ഗതാഗത തടസ്സവും രൂക്ഷമാണ്. രോഹിണിയിൽ കനത്ത മഴയ്ക്കിടെ കെട്ടിടം തകർന്നു. ഹിമാചൽ പ്രദേശിലെ ഷിംല, രാംപൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടായി. താൽക്കാലിക പാലങ്ങൾ തകർന്നു. കശ്മീരിൽ വൈഷ്ണോദേവി പാതയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ബാറ്ററി കാർ സർവീസുകൾ താൽക്കാലികമായി നിർത്തി. എങ്കിലും തീർത്ഥാടനം തുടരുന്നുണ്ട്. ജൂലൈ 13 വരെ ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് പ്രദേശങ്ങളിൽ വ്യാപകമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഇന്ന് പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി എന്നിവിടങ്ങളിലും ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. വിഴിഞ്ഞം തുറമുഖ വിവാദത്തിൽ CPM-ൽ ഭിന്നത. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് തള്ളി EP ജയരാജൻ രംഗത്തെത്തി. അഴിമതി ആരോപണമുള്ളവർ അത് ഉന്നയിക്കട്ടെ എന്നും തനിക്ക് അങ്ങനെ ഒരു ആരോപണമില്ലെന്നുമായിരുന്നു ജയരാജന്റെ വാക്കുകൾ. ഏതെങ്കിലും ആളുകൾക്ക് അഴിമതി നടത്തൂ എന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അത് ഉന്നയിക്കട്ടെ. ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ, മന്ത്രിമാർ, വിജിലൻസ്, ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അവരെല്ലാം അന്വേഷിക്കട്ടെ. ഞാൻ ഇത്തരമൊരു ആരോപണങ്ങളൊന്നും ഞാൻ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ആരാണോ ആശയം ഉന്നയിക്കുന്നത് അവരോട് ആശയവിനിമയം നടത്തി കാര്യം വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത്. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെതിരെ വില കുറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്ന് പിണറായി വിജയൻ. ദേശാഭിമാനിയുടെ വാർത്ത പൊക്കിപ്പിടിച്ചാണ് അദ്ദേഹം പ്രതിരോധിക്കുന്നത്. ദേശാഭിമാനി കൊടുത്ത വാർത്തയിൽ അസ്വാഭാവികത കണ്ടെത്തുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. ഇത് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് ചേരുന്നതല്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ പ്രതിപക്ഷത്തിനെതിരെ വില കുറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നതാണ് കാണാനിടയായി. ദേശാഭിമാനി ജൂൺ 5 പ്രസിദ്ധീകരിച്ച വാർത്ത പൊക്കിപ്പിടിച്ചാണ് സ്വന്തം വാദങ്ങൾക്ക് മുഖ്യമന്ത്രി ന്യായീകരണം കാണാൻ ശ്രമിക്കുന്നത്. ദേശാഭിമാനി വാർത്ത നൽകുന്നതിന് മുൻപ് തന്നെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ അന്തരീക്ഷത്തിലുണ്ട്. മാതൃഭൂമി ഇത് റിപ്പോർട്ടായി നൽകിയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് ജൂൺ 5 ദേശാഭിമാനിയിൽ ഈ വാർത്ത വരുന്നത്. അപ്പോൾ എക്കണോമിക് ടൈംസിനും മാതൃഭൂമിക്കും കിട്ടിയ വാർത്ത ദിവസങ്ങൾ കഴിഞ്ഞ് ദേശാഭിമാനി നൽകുന്നതിൽ അസ്വാഭാവികത മുഖ്യമന്ത്രി കാണുകയാണ്. അതൊരു കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. അതീവ രഹസ്യ സ്വഭാവമുള്ള വാർത്ത ദേശാഭിമാനി മാത്രം പ്രസിദ്ധീകരിച്ചു എന്ന നിലയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് ചേർന്നതല്ല എന്നതാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. മാരിടൈം ബോർഡ് പിരിച്ചുവിട്ടതിൽ ന്യായമില്ലെന്ന് മുൻമന്ത്രി VN വാസവൻ. ബോർഡ് പിരിച്ചുവിട്ടത് പ്രതിഷേധാർഹമാണ്. CAG റിപ്പോർട്ട് നടപ്പാക്കേണ്ട ബാധ്യത ഇപ്പോഴത്തെ ബോർഡിനില്ലെന്നും വാസവൻ പറഞ്ഞു. അപ്പോൾ ബോർഡിനെ പിരിച്ചുവിടാൻ ഇടയായി ചൂണ്ടിക്കാണിച്ച കാരണങ്ങളൊന്നും വസ്തുതാപരമല്ല, അടിസ്ഥാനമുള്ളതല്ല. മറിച്ച് ഇതെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തീർക്കാൻ മിഷൻ സമുദ്രായയുടെ മറവിൽ നടത്താൻ പോകുന്ന കടൽ മേഖലയിലെ വലിയ രൂപത്തിലുള്ള ഇന്നത്തെ കൊള്ളയ്ക്കുള്ള നീക്കത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഈ മാരിടൈം ബോർഡ് പിരിച്ചുവിട്ടുകൊണ്ട് അതിൽ
BJPയുടെ പ്രതിനിധികളെയും കേന്ദ്രത്തെയും എല്ലാം ഉൾപ്പെടുത്തി സ്വകാര്യവൽക്കരണ നീക്കത്തിലേക്ക് നീക്കാനുള്ള ഒരു അതീവ തീവ്രമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ മാരിടൈം ബോർഡ് പിരിച്ചുവിട്ടിരിക്കുന്നത്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന കാര്യമാണ് ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ. മാരിടൈം ബോർഡ് നിലവിൽ വന്നു കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ അതിൻ്റെ ഓഡിറ്റ് നടത്താൻ പിന്നീട് CNDGക്ക് അവകാശമില്ല. അത് കേന്ദ്രം പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇടവേള. Champions in the arena. Rise from the streets. Remember champions. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ 5 വർഷം മുമ്പ് വനം വകുപ്പ് പിടിച്ചെടുത്ത JCB വിട്ടുകൊടുക്കാത്തതിൽ ഉടമയുടെ പ്രതിഷേധം. JCBക്കുള്ളിൽ കയറി പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് യുവാവിന്റെ ഭീഷണി. കഞ്ഞിക്കുഴി വരിക്ക മുത്തൻ സ്വദേശി അജീഷാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. 2020 കഞ്ഞിക്കുഴിയിൽ വീട് നിർമ്മാണത്തിനായി മണ്ണുമാറ്റത്തിനിടെ വനംവകുപ്പിന്റെ സ്ഥലമാണെന്ന് ആരോപിച്ച് JCB പിടിച്ചെടുത്തുവെന്നാണ് യുവാവിന്റെ ആരോപണം. കോടതി ഉത്തരവ് ഉണ്ടായിട്ടും JCB വിട്ടുകൊടുക്കാൻ വനപാലകർ തയ്യാറായില്ലെന്നും കഴിഞ്ഞ 5 വർഷം കൊണ്ട് വാഹനം പൂർണ്ണമായും നശിച്ചുവെന്നും ഉടമ പറയുന്നു. DFOയുടെ നേതൃത്വത്തിൽ പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. പരിക്കേറ്റ മ്ലാവിന് ചികിത്സ നൽകാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങിയെന്ന് ആരോപണം. ഇടുക്കി പൈനാവ് 56 കോളനിയിലെ തോട്ടിലാണ് സംഭവം. ചെന്നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മ്ലാവ് ജനവാസ മേഖലയെ തോട്ടിലിറങ്ങുകയായിരുന്നു. തലയിലും മുഖത്തും പരിക്കേറ്റ മ്ലാവ് വെള്ളത്തിൽ ഇറങ്ങി നിലയുറപ്പിക്കുകയായിരുന്നു. സംസ്ഥാന ഘടകത്തിലെ അച്ചടക്ക നടപടികൾ ആഭ്യന്തരകാര്യമെന്ന് BJP. ഫണ്ട് തട്ടിപ്പ് വിവാദത്തിലാണ് സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. ഇതിനിടെ BJP പ്രവർത്തകന്റെ നോട്ട് കെട്ടുകളുമായുള്ള സെൽഫിയും പുറത്തുവന്നു. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സാമൂഹ്യ മാധ്യമ വിഭാഗത്തിലുണ്ടായിരുന്ന സിദ്ധാർത്ഥന്റെ സെൽഫിയാണ് പുറത്തുവന്നത്. കാപ്പ കേസിൽ ജയിലിലായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ സുഗതന് 1 ദിവസത്തെ ജാമ്യം. സത്യപ്രതിജ്ഞ അസാധുവായ സാഹചര്യത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ജാമ്യം അനുവദിച്ചത്. ജൂലൈ 13 വൈകിട്ട് 5 മണി മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെയാണ് നെടുമങ്ങാട് കോടതി ജാമ്യം അനുവദിച്ചത്. അതേസമയം കാപ്പ കേസിൽ കൂടി ജാമ്യം കിട്ടിയാലേ സുഗതന് പുറത്തിറങ്ങാൻ കഴിയൂ. സെഷൻസ് കോടതികളിലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനത്തിൽ സർക്കാരിന് തിരിച്ചടി. നിയമനം മെറിറ്റ് അടിസ്ഥാനമാക്കി വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സർക്കാരിന്റെ കരട് സർക്കുലറിൽ ഭേദഗതി വരുത്തി ജില്ലാ ജഡ്ജിയുടെ അഭിപ്രായത്തിന് പ്രാമുഖ്യം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. നിയമനത്തിന് ഇതുവരെ സർക്കാരാണ് തീരുമാനമെടുത്തിരുന്നത്. പെരുമ്പാവൂരിലെ ആൾക്കൂട്ട വിചാരണയിൽ പോലീസ് കേസെടുത്തു. യുവാക്കളുടെ പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന 6 പേർക്കെതിരെയാണ് കേസ്. കഞ്ചാവ് വിൽപ്പനക്കാരെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്നും തല പൊട്ടയടിച്ചതുമാണ് പരാതി. ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ നടന്ന കോറോ ഹെൽത്തിൽ സമവായ ചർച്ച നാളെ. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ കൊച്ചിയിലാണ് ചർച്ച നടക്കുന്നത്. അനുരഞ്ജന വിവാദം തുടരാനും കമ്പനി പ്രതിനിധികളോട് യോഗത്തിൽ പങ്കെടുക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കോറോ ഹെൽത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. IT മേഖലയിൽ തൊഴിൽ സംഘടനകൾക്ക് രൂപം നൽകുമെന്ന് V ശിവൻകുട്ടി വ്യക്തമാക്കി. ഇനി ക്വാർട്ടർ പോരാട്ടങ്ങൾ. ഫുട്ബോളർ ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ലോകകപ്പിൽ ഇനി ക്വാർട്ടർ പോരാട്ടങ്ങൾ.
ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ റണ്ണേഴ്സപ്പായ ഫ്രാൻസ് ഇന്ന് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. 2022 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഫ്രാൻസിനോട് തോറ്റ മൊറോക്കോയ്ക്ക് ഇത് പകരം വീട്ടലിനുള്ള അവസരമാണ്. ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 1:30 മത്സരം. ഈ ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന ടീം ഏതെന്ന ചോദ്യത്തിന് ഒന്നേയുള്ളൂ ഉത്തരം: ഫ്രാൻസ്. അത്രമാത്രം കരുത്തോടെയാണ് ഫ്രഞ്ച് പടയുടെ മുന്നേറ്റം. ആ ഫ്രാൻസ് പക്ഷേ ഏറ്റവും ഭയപ്പെടുന്ന മത്സരം ഇന്നത്തേതായിരിക്കും. ആഫ്രിക്കൻ വമ്പന്മാരായ മൊറോക്കോ വലിയ വെല്ലുവിളിയാണ് ദശാംശനും സംഘത്തിനും. ഗംഭീര പ്രതിരോധത്തിനൊപ്പം മികവുറ്റ ആക്രമണം കൂടി ചേരുന്നതാണ് മൊറോക്കോയുടെ കളി. കാനഡയെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് അവർ വരുന്നത്. അഷ്റഫ് ഹക്കീമിയുടെ നേതൃത്വത്തിലുള്ള പ്രതിരോധവും അസദീൻ അനാഹിയുടെ മധ്യനിരയിലെ മാന്ത്രികതയും ഫ്രാൻസിന് വെല്ലുവിളി ഉയർത്തും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ച മൊറോക്കോ ഏതൊരു വമ്പന്മാരെയും വീഴ്ത്താൻ കെൽപ്പുള്ളവരാണെന്ന് തെളിയിച്ചു. ഈ ടൂർണമെന്റിൽ ഇതുവരെ 14 ഗോളുകൾ അടിച്ചുകൂട്ടിയ ഫ്രാൻസിന്റെ മുന്നേറ്റം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. പ്രീ ക്വാർട്ടറിൽ പരാഗ്വയെ മറികടന്നാണ് ദശാംശന്റെ പട ക്വാർട്ടറിലേക്ക് ടിക്കറ്റ് എടുത്തത്. 7 ഗോളുകൾ നേടിയ കിലിയൻ എംബാപ്പയും സഹതാരം ഒസ്മാൻ ഡെംബലെയും നയിക്കുന്ന ആക്രമണം ഏത് പ്രതിരോധ കോട്ടയും തകർക്കാൻ പോകുന്നതാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ ഇരു ടീമും 6 തവണയാണ് ഏറ്റുമുട്ടിയത്. ഇതിൽ ഫ്രാൻസിനാണ് വ്യക്തമായ മുൻതൂക്കം. 4 തവണ ഫ്രാൻസ് ജയിച്ചപ്പോൾ മൊറോക്കോയ്ക്ക് ജയം സ്വന്തമായത് ഒരിക്കൽ മാത്രം. എന്നാൽ ഫുട്ബോൾ ആരാധകർ ഒരിക്കലും മറക്കാത്ത പോരാട്ടം നടന്നത് 2022 ഖത്തർ ലോകകപ്പിലാണ്. ആ സെമി ഫൈനലിൽ തിയോ ഹെർണാണ്ടസിന്റെയും കോലോ മുവാനിയുടെയും ഗോളുകളിലാണ് മൊറോക്കോയുടെ സ്വപ്നക്കുതിപ്പ് അവസാനിപ്പിച്ച് ഫ്രാൻസ് ഫൈനലിലെത്തിയത്. ചരിത്രം ഫ്രാൻസിനൊപ്പമാണെങ്കിലും ഈ ലോകകപ്പിലെ മൊറോക്കോയുടെ ഫോം പ്രവചനാതീതമാണ്. ഖത്തറിലെ കടം വീട്ടാൻ മൊറോക്കോ ഇറങ്ങുമ്പോൾ കിരീടം ലക്ഷ്യമിട്ടുള്ള പ്രയാണം തുടരാൻ ഉറച്ചാണ് ഫ്രാൻസ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടും നോർവേയും നേർക്കുനേർ വരാനിരിക്കെ ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ തമ്മിൽ രസകരമായ ഒരു വാക്പോര്. നാറ്റോ ഉച്ചകോടിക്കിടെ തുർക്കിയിൽ വെച്ചായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും നോർവീജിയൻ പ്രധാനമന്ത്രി യോനാസ് ഗാറും ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞ് തങ്ങളുടെ ടീമുകൾക്കായി രംഗത്തെത്തിയത്. തുർക്കിയിലെ അങ്കാറയിലുള്ള ബ്രിട്ടീഷ് എംബസിയിലായിരുന്നു ഈ സൗഹൃദ കൂടിക്കാഴ്ച. സ്വന്തം രാജ്യങ്ങളുടെ ഫുട്ബോൾ ജേഴ്സികൾ ധരിച്ചാണ് ഇരു നേതാക്കളും എത്തിയത്. ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി ഒരു പഴയകാല മത്സരഫലം ഓർമ്മിപ്പിച്ചായിരുന്നു നോർവീജിയൻ പ്രധാനമന്ത്രിയുടെ തുടക്കം. 1981 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ നോർവേ ഇംഗ്ലണ്ടിനെ അട്ടിമറിച്ചത് മറക്കണ്ട എന്ന് യോനാസ് ഗാർ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ മറുപടിയും രസകരമായിരുന്നു. 1966 ലേബർ പാർട്ടി അധികാരത്തിലിരുന്നപ്പോഴാണ് ഇംഗ്ലണ്ട് ലോകകപ്പ് നേടിയത്. അതുകൊണ്ട് ഇത്തവണ ലോകകപ്പ് ഇംഗ്ലണ്ടിന് തന്നെയെന്ന് സ്റ്റാർമർ. Well, may I say, 45 years ago, Prime Minister, Norway played England in the qualification, and we won. And the radio commentator said, "Maggie Thatcher, can you hear me? Your boys took a hell of a beating." Yeah, but what you're leaving out of account is that England only won the World Cup under Labour governments, 1966. So the time is ours. Wait and see. It will be a great match. Nice to see you. ഞായറാഴ്ച പുലർച്ചെയാണ് ഇംഗ്ലണ്ട് നോർവേ ക്വാർട്ടർ ഫൈനൽ. ബ്രസീലിനെ അട്ടിമറിച്ചെത്തുന്ന നോർവേയും മെക്സിക്കോയെ തോൽപ്പിച്ചെത്തുന്ന ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം കടുത്തതായിരിക്കുമെന്നാണ് ഫുട്ബോൾ ലോകത്തിന്റെ വിലയിരുത്തൽ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഫുട്ഗോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ജൂലൈ 11 മുതൽ ഷാർജ, റോളയിലും. ഇനി സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,240, പവന് 1,05,920. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,935, പവന് 87,480. വെള്ളി ഗ്രാമിന് 235, കിലോയ്ക്ക് 2,35,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ജൂലൈ 11 മുതൽ ഷാർജ, റോളയിലും. ഇടവേള.